അമൃതയടുത്തേക്ക് ശ്യാമയോട് എന്തോ ഒരു തെറ്റിദ്ധാരണ. ഏറ്റവും വലിയ കൂട്ടുകാരായിരുന്നു അവര്. സ്വന്തം സഹോദരിയേക്കാൾ കരുതലായിരുന്നു അമൃതയടുത്തേക്ക് ശ്യാമയോട്. പക്ഷേ കാര്യങ്ങള് പെട്ടെന്ന് തകിടം മറിഞ്ഞു. എന്താന്നറിയില്ല. പക്ഷേ അമൃതയടുത്തേക്ക് ഇപ്പോ കടുത്ത വൈരാഗ്യ ശ്യാമയോട്. അങ്ങനെ ശ്യാമ ആകെ ഡിപ്രഷന്റെ വക്കില്. അപ്പോ കറക്റ്റ് ടൈം. ഇപ്പോഴാണ് അടുത്ത പാട്ട് വേണ്ടത്. ശ്യാമയുടെ ഇപ്പോഴത്തെ ഡിപ്രഷൻ അടുത്ത പാട്ടിലൂടെ അതിജീവിക്കാൻ പറ്റും. ഏയ്, എനിക്ക് തോന്നുന്നില്ല. ഉടൻ പാട്ട് പാടാൻ അവള് സമ്മതിക്കില്ല. സമ്മതിപ്പിച്ചേ പറ്റൂ. എടോ, കമ്പനി മേധാവിയായ ശ്യാമയല്ല, പാട്ടുകാരിയായ ശ്യാമയാണ് ലോകത്തിനാവശ്യം. പാട്ട് ജനങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത പാട്ടുകൂടി വന്നു കഴിയുമ്പോൾ കൃഷ്ണ തുളസി വലിയൊരു തരംഗമാവും. താൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ശ്യാമയ്ക്കിപ്പോ ഏറ്റവും പ്രധാനം 15-ാം തീയതി നടക്കാൻ പോകുന്ന ആ ചടങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കാന്നുള്ളതാ. അവൾ അതിനു വേണ്ടി കൊതിച്ചിരിക്കുക. പിന്നെ ഈ അമൃതയെടുത്തിയുടെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക. അതിനപ്പുറം ശ്യാമയ്ക്ക് വേറെ ഒന്നിനും ചിന്ത പോവില്ല. എന്താടാ? ഏയ്, ഹലോ. അപ്പോ ഒരു പാട്ടോട് കൂടി ഒക്കെ അങ്ങ് അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാൻ പോവാണല്ലേ? അഭിനന്ദനങ്ങൾ. അഖിൽ അടുത്തുണ്ട്. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമൃതയുമായിട്ട് തെറ്റിദ്ധാരണയുണ്ടെന്നോ, നിങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്നെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെയോ പറഞ്ഞു. ഇത് കാരണം തനിക്കിനി അടുത്ത പാട്ട് പാടാൻ പ്രയാസമാണെന്നോ അവൻ പറഞ്ഞു. ഒരു പാട്ടും കൂടി പാടാൻ എനിക്ക്. ശ്യാമേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. താൻ പാടാൻ വേണ്ടിയാണ് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. തന്നെ ദൈവമോ പ്രകൃതിയോ ഭൂമിയിലേക്ക് എത്തിച്ചത് പാട്ടുകാരിയാവാനാ. പാട്ടിൽ കൂടി ആൾക്കാരുടെ മനസ്സിന് സന്തോഷം പകരാൻ. കൃഷ്ണ തുളസിയുടെ ആദ്യത്തെ പാട്ട് തന്നെ അതിനുദാഹരണമാണ്. ജനങ്ങൾ ആ പാട്ട് ഏറ്റെടുത്തു. അടുത്ത പാട്ട് ഉടൻ നമ്മൾ റെക്കോർഡ് ചെയ്യും. ദൈവത്തിന്റെ മുമ്പിൽ വെച്ചാ താൻ എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത്. അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാൻ എന്തായാലും സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്യാൻ പോവാ. അടുത്ത ആഴ്ച റെക്കോർഡിംഗ്. വരുമോ വരാതിരിക്കോ അത് തൻ്റെ ഇഷ്ടം. ഹലോ. ഹലോ വിവേക്. ശ്യാമയെ റെക്കോർഡിങ്ങിന് കൊണ്ടുവരേണ്ടത് തൻ്റെ കടമയാണ്. ശ്യാമ എത്ര ടെൻഷനിലാണെന്ന് പറഞ്ഞാലും പാടിപ്പിക്ക തന്നെ വേണം. ഓക്കെ, താൻ സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്തോ. ഞാൻ ശ്യാമയെ കൊണ്ടുവരും, ഉറപ്പ്. ഓക്കെ, കേറ്. അതെല്ലാം ഇന്ന് തന്നെ ക്ലിയർ ചെയ്യണം. അമ്മേ, അച്ഛൻ വന്നു. മോളെ എക്സ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് മെയിൽ ചെയ്ത് കിട്ടിയിരുന്നല്ലോ അല്ലേ? കിട്ടിയച്ചാ. ഇപ്പതാ അതിൽ ഞാൻ വർക്ക് ചെയ്യുവാ. ഇത് കഴിയുമ്പോ ഞാൻ ജിഎമ്മിന് ഫോർവേഡ് ചെയ്യാം. പിന്നെ കമ്പനിക്ക് വേണ്ടി നമുക്ക് പുതിയൊരു ആഡ് ചെയ്യണം. അതിന് കണ്ടന്റ് ഉണ്ടാക്കണം. നമ്മുടെ ആഡ് ചെയ്യുന്ന ആ കമ്പനിക്ക് കൊടുത്താ പോരെ? അവരൊട്ടും അപ്ഡേറ്റഡ് അല്ല. നമുക്ക് കുറച്ച് വീട്ടമ്മമാരെ ചുമതലപ്പെടുത്താം. അവരാണല്ലോ നമ്മുടെ പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. അത് നല്ല ഐഡിയ ആയിരിക്കും. അത് ശരിയാ. വസുവും മോളും ഐശ്വര്യ അമൃതയും ഒക്കെ ചേർന്ന്
നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താ? പുതിയ ആഡിന്റെ കാര്യം പറയായിരുന്നു. ഓ, ആ മോളെ അമൃതയോടും പറയാം. മോളെ, ഞാൻ ശ്യാമയെ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുടെ പുതിയ ആഡിന്റെ കാര്യമാണ്. മോളും ഐശ്വര്യയും ശ്യാമയും ചേർന്ന് അതിന് രസകരമായ ഒരു വിഷയം ഉണ്ടാക്കണം. മോള് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം. വാ. എനിക്ക് കുറച്ച് ജോലിയുണ്ട് അച്ഛാ. ആ മോളെ, എന്ത് ജോലി? എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ വസ്തുത? ഈ ഇടത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണുമോ അച്ഛാ? എന്തത്യാവശ്യമാണെങ്കിലും അതിന്റെ രീതിക്ക് പറഞ്ഞിട്ട് വെക്കൂടെ? ഇതെന്താ എങ്ങനെ ഒരു സംസാരം? ഏയ് അങ്ങനെയൊന്നും അല്ല അച്ഛാ. ആനന്ദേട്ടൻ വന്നേ. ഉം. താനിത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ശരി, അത് കംപ്ലീറ്റ് ചെയ്യേ. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അമൃതയ്ക്ക് എന്താ സംഭവിച്ചേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ വീട്ടിലെന്തോ പുകഞ്ഞു നീറുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും മാത്രം ഒന്നും അറിയുന്നില്ല. ഞാനും കൂടെ നിൽക്കുമ്പോ അമൃത മൈൻഡ് ചെയ്യാതെ പോവുക. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമൃത ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉറപ്പാ. എനിക്കിത് ചോദിച്ചേ പറ്റും. ഞാൻ എല്ലാവരും വിളിക്കാൻ പോവാ. ആനന്ദേട്ടാ വേണ്ട. കല്യാണം കഴിയുന്നത് വരെ ഈ വീട്ടില് തർക്കവും ചോദ്യങ്ങളും ഒന്നും വേണ്ട. പറ്റില്ല, എനിക്ക് ചോദിക്കണം. ദേ, ഒരുപാട് കാര്യങ്ങൾ കണ്ണടച്ചു. ഇനി അങ്ങനെ സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേ നമ്മുടെ രണ്ടുപേരുടെ വീടാ. ഇവിടെ താമസിക്കുന്നത് മക്കളാണെങ്കിലും ശരി, നമ്മുടെ രീതിക്കൊത്ത് താമസിക്കണം. നമ്മളെ ബഹുമാനിച്ച് തന്നെ പോണം. അതിന് സമ്മതമില്ലാത്തവർ മാറിപ്പിക്കട്ടെ. ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ആദ്യം ഇങ്ങോട്ട് വിളിക്കാം. ആദ്യോട് ചോദിക്കാം. ചെല്ലു. ആനന്ദേട്ടാ, അവനോട് ചൂടാകൊന്നും വേണ്ട. ശാന്തമായിട്ട് വേണം കാര്യങ്ങൾ ചോദിക്കാൻ. വാടാ. എന്താ അമ്മേ? ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആനന്ദേട്ടാ, അതൊക്കെ ഞാൻ ചോദിക്കാം. മോനെ, അച്ഛൻ ആകെ വിഷമത്തില. അമൃതയ്ക്ക് എന്താടാ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? ഒന്നുമില്ല. എന്ത് പറഞ്ഞു? ഇവിടെ ഒന്നുമില്ലേ? നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് എത്ര പ്രാവശ്യം നിന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഇടപെടേണ്ട കാര്യമില്ല, ശരി. പക്ഷേ ഇതിപ്പോ ദേഷ്യം ഞങ്ങളോട് കൂടെ കാണിക്കുക. അപ്പൊ പിന്നെ എനിക്കിത് അറിയണം. പറ, എന്താ സംഭവിച്ചത്? അവൾ അച്ഛനോടും അമ്മയോടും ദേഷ്യം കാണിച്ചോ? എങ്കിൽ ഞാനത് ചോദിക്കാം. ഏയ്, ചോദിച്ചു കൂടുതൽ വഷളാക്കാനല്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചേ. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാനാ. അമൃതയെ പോലൊരു പാവം കുട്ടി ഇതുപോലെ വിരോധം കാണിക്കണമെങ്കിൽ മനസ്സ് നന്നായി മുറിഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞങ്ങൾക്കിടയിൽ അത്ര വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വലിയ ഇഷ്യൂസ് ഒന്നും വേണ്ട. ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പറ. ഇല്ല, ഒന്നുമില്ല. വീണ്ടും നീ കള്ളം പറയുന്നോടാ.
ആനന്ദേട്ടാ വേണ്ട. ആദി, എന്താണെന്ന് വെച്ചാ തുറന്നു പറഞ്ഞേ പറ്റൂ. മുമ്പൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് ഞാനാ പൊട്ടിത്തെറിച്ചോണ്ടിരുന്നേ. അപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ചോണ്ടിരുന്ന ആളാ അച്ഛൻ. ആ അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ മനസ്സ് വല്ലാതെ ഒലഞ്ഞിട്ടുണ്ട്. അത്രയും വിഷമിക്കാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളുമല്ല. എടാ മോനെ, അന്നൊരു പെൺകുട്ടി നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നോടെയാ ചെറുതായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാ അമ്മ ആശുപത്രിയിലാവുന്നത്. ആശുപത്രിയിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്കുണ്ടോന്ന്. നീ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. നീ ഇനിയെങ്കിലും പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോനെ, അമ്മയ്ക്ക് ഇനി ആശുപത്രി കയറാൻ വയ്യടാ. അന്ന് ആശുപത്രിയിലായപ്പോ രക്തം തരാൻ അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ഇനി ഞാൻ വീണുപോയാ വീണത് തന്നെയാ, പിന്നെ എണീക്കലുണ്ടാവില്ല. അമ്മയും അച്ഛനും വിഷമിക്കണ്ട. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നോക്കിക്കോളാം. നീ എങ്ങനെ നോക്കിക്കൊള്ളാം? എടാ, ഒരു പ്രശ്നം തൽക്കാലത്തേക്ക് ഇല്ലാതാക്കുകയല്ല വേണ്ടത്, എന്നേക്കുമായി പരിഹരിക്കണം. നോക്ക്, അഖിയും ശ്യാമയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവാ. ആ ചടങ്ങ് കാണാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നെ. അമ്മ വിഷമിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ വരും. അച്ഛാ, സോറി, ഞാൻ നോക്കിക്കോളാം. വിഷമിക്കണ്ട. എന്തേട്ടാ, വിഷമിക്കണ്ട. അവൻ പറഞ്ഞല്ലോ നോക്കിക്കോളാന്ന്. അമൃതേ, നീ അച്ഛനോടും അമ്മയോടും മോശം ആറ്റിറ്റ്യൂഡ് കാണിച്ചോ? ദേ അമൃതേ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ട്, അതെനിക്കറിയാം. അടിസ്ഥാനമില്ലാതെയാണ് നീ ആ ദേഷ്യം കാണിക്കുന്നത്. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നുമില്ല. പക്ഷെ നിനക്ക് എന്നോടുള്ള ദേഷ്യം അച്ഛനോടും അമ്മയോടും കാണിച്ചത് എന്തിനാ? എടി, ചോദിക്കുന്നതിന് ഉത്തരം പറയേ. ഞാൻ അങ്ങോട്ടായിട്ട് സംസാരിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണം. അച്ഛനോടും അമ്മയോടും പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞോളാം. അമൃതേ, ഞാൻ വീണ്ടും പറയുക, നിന്റെ മനസ്സിലുള്ളതെല്ലാം തെറ്റിദ്ധാരണയാ. എനിക്ക് ആരോടും ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്റെ പാട് നോക്കി കഴിയുക. അച്ഛനോടും അമ്മയോടും മക്കളോടും എനിക്കൊന്നും പറയാനില്ല. നിന്നെ സ്വന്തം മോളെ പോലെ അവർ സ്നേഹിച്ചിരുന്നേ. അതുകൊണ്ട് നീ അവരോട് കാണിച്ചതിന് അവർ മാനസികമായിട്ട് തകർന്നിരിക്കുക. അവരോടൊരു സോറി പറഞ്ഞാൽ നിനക്ക് തന്നെയാ നല്ലത്. അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സ് തകർത്തതിനെ ഓരോരുത്തരും എന്നോട് എത്ര വട്ടം സോറി പറയണമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ പോലും ഇപ്പൊ എന്നെ വഞ്ചിച്ചിരിക്കുക. ഞാൻ ആദ്യം കരുതിയത് ഭർത്താവ് മാത്രമേ ചതിച്ചുള്ളൂ എന്നാ. ഇപ്പോഴാ സ്നേഹം നടിച്ച് കൂടെ നിന്നവരുടെയും യഥാർത്ഥ മുഖം തിരിച്ചറിയുന്നേ. എനിക്കാരും വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി. ഞാനല്ലാതെ മറ്റാരോ കൂടി നിന്നെ വേദനിപ്പിച്ചെന്നോ? ഐശ്വര്യാണോ? അവളുടെ സ്വഭാവം പണ്ടേ അറിയില്ല നിനക്ക്. ഇപ്പൊ മനസ്സിലാവുന്നു. മറ്റു പലരെക്കാളും ക്വാളിറ്റി ഉണ്ട് ഐശ്വര്യക്ക്. ഉള്ളത് മുഖത്ത് നോക്കി പറയുമല്ലോ. മുഖത്ത് ചിരിച്ചിട്ട് അകത്ത് ചതിക്കില്ലല്ലോ. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനോടും അമ്മയോട് സോറി പറയാമെങ്കിൽ പറ. ഞാൻ പറഞ്ഞു. ഞാൻ ആരോട് എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമൃതേച്ചി, അയ്യോ ഇതൊക്കെ നിലത്തിട്ടൊക്കെയാണോ? ജയന്തി ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ.
ജയന്തി പുറത്തു പോയേ. ജയന്തിയെ ഞാനാ വിളിച്ചേ. ആ അയ്യോ, ഞാൻ കാരണം ഒരു തർക്കം വേണ്ട. ദേ, ഞാൻ പോയേക്കാം. ജയന്തി ജയന്തി ഒരിടത്തും പോണ്ട, നിൽക്ക്. സത്യം പറഞ്ഞാലേ എനിക്ക് ചേച്ചിയെ കാണുമ്പോ പാവം തോന്നുക. എന്നോടങ്ങനെ ആരും സഹതാപം കാണിക്കണ്ട. ആ പക്ഷെ ഞാൻ സഹതപിക്കും. ഞാൻ അങ്ങനെയാ. ഒരാൾക്ക് വേണ്ടെങ്കിലും ഞാൻ സഹതപിക്കും. അല്ല, ഇപ്പൊ തന്നെ ചേച്ചി വിളിച്ചിട്ടല്ല ഞാൻ ഈ മുറിയിലേക്ക് വന്നത്. പക്ഷെ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചി വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന്. അത് കേട്ടപ്പോഴേ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ ഞാൻ പോയേക്കാന്ന് പറഞ്ഞപ്പോ ജയന്തി ഒരിടത്തും പോണ്ട, നിക്കെന്ന് പറഞ്ഞില്ലേ. ഹോ, എന്തൊരു ഡയലോഗാ, മാസ് ഡയലോഗായിരുന്നു. ദേ കണ്ടോ കണ്ടോ, അത് കേട്ട് രോമാജി ഇതുവരെ മാറിയിട്ടില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ആ, അല്ല, ചേച്ചിയെ ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നുണ്ട് പറയുന്നതാ. അല്ല, മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാ. ശ്യാമയെ ഈ കുടുംബം ഇല്ലാതാക്കും. ഈ മിണ്ടാപ്പൂച്ച കലോടയ്ക്കുന്നല്ലേ, ആ പഴഞ്ചൊല്ല് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നും ശ്യാമയെ കണ്ടിട്ട് ആ പഴഞ്ചൊല്ലുണ്ടാക്കിയെന്ന്. ശ്യാമ എന്റെ നാത്തൂനൊക്കെ തന്നെയാ. അവളെ സോപ്പിട്ടൊക്കെ നിന്നാ എനിക്ക് ഗുണമേ കിട്ടൂ. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഗുണം എനിക്ക് വേണ്ട ചേച്ചി. അല്ല, അങ്ങനെയുള്ള ഗുണം ദേഹത്ത് പിടിക്കത്തൂല്ല. ആ മുമ്പ് അവള് വീട്ടിൽ വെച്ചൊരു കാര്യം പറയായിരുന്നു. ഏതെങ്കിലും പൂത്ത കാശുകാരനെ കല്യാണം ചെയ്ത് അവള് രക്ഷപ്പെടുമെന്ന്. ആ എന്തായാലും അവള് വിചാരിച്ച കാര്യം നടത്തിയെടുത്തു. ആ ഒരു കാര്യം, ആ ഐശ്വര്യയും അമൃതേച്ചിയും അവളങ്ങ് ഒതുക്കും. കാരണം അവള് വാഴുന്നിടത്തേ വേറെ ആരെയും വാഴാൻ സമ്മതിക്കില്ല. ശരി ചേച്ചി, ഞാൻ പോവുകയാണേ. ശ്യാമയും ആ അശ്വതിയും കൂടെയുള്ള ബന്ധം വെച്ച് നോക്കുമ്പോ ജയന്തി പറഞ്ഞത് സത്യമാകാനേ തരവുള്ളൂ. എന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കൂട്ടുകൂടിയവളാ ശ്യാമ. എന്നിട്ട് ചോദിച്ചപ്പോ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു. ജയന്തി പറഞ്ഞത് സത്യ. ഒരു പാവം പെണ്ണായിട്ട് അവൾ മനഃപൂർവ്വം അഭിനയിക്കുക. യഥാർത്ഥത്തിൽ അവളൊരു കള്ളിയാ. ഐശ്വര്യ പറഞ്ഞതുപോലെ അവളുടെ കല്യാണം നടക്കാതിരിക്കുന്നതാ നല്ലത്. വാ അപ്പച്ചി. മോളെ, എനിക്കാകെ ഒരു ടെൻഷൻ. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ദൈവികമായിട്ടുള്ള കാര്യമല്ലേ, ബാക്കിയൊന്നും പോലെയല്ല. താലി നശിപ്പിക്കാന്നൊക്കെ പറയുന്നത്. പേടിയാണോ? എങ്കി അപ്പച്ചി പോയട്ടെ, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. അയ്യോ മോളെ, അങ്ങനെയല്ല. ഒരു ഗുരുത്വമുള്ള കാര്യമാ താലി. അതൊരു ജീവിതം പോലെ, ഒരു പെൺകുട്ടിയുടെ സ്വപ്നമൊക്കെ അതില്. അതിനെ അങ്ങ് ഇല്ലാതാക്കാന്ന് വെച്ചാ അത് ദോഷമാ. എനിക്ക് പ്രധാനം അപ്പച്ചിയുടെ വേദാന്തം കേക്കലല്ല, അവളുടെ ഈ ചടങ്ങ് നശിപ്പിക്കാന്നുള്ളതാ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോവും. താലിയെങ്കി താലി, മാലയെങ്കി മാല, ഞാനത് ഇല്ലാതാക്ക തന്നെ ചെയ്യും. ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. എന്റെ സംശയമൊക്കെ മാറി, എനിക്ക് ധൈര്യം കിട്ടി. മോള് വാ, നമുക്ക് ആ താലിയും വസ്ത്രവും ഒക്കെ നശിപ്പിക്കാം. താലി കാണാതാവുമ്പോ കല്യാണവും മുടങ്ങിക്കോളും. മോള് വാ. വാ.
മോളെ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. അപ്പച്ചി നീ വന്നേ. വാ, വരാ. അതെ, താലിയും വസ്ത്രവും നശിപ്പിച്ചെന്ന് വെച്ച് വിവാഹം മാറ്റിവെക്കൂ. മാറ്റി വെക്കും, ഉറപ്പാ. പൂജിക്കാൻ വെച്ച താലിക്ക് ദോഷം സംഭവിച്ചു എന്ന് വെച്ചാ അത് വിവാഹത്തിനും ദോഷായിട്ടേ വരൂ. അങ്ങനെ കരുതൂ. അപ്പച്ചി വേഗം ചെന്ന് എടുത്തിട്ട് വാ. ഞാനേ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാം. ചെല്ലപ്പച്ചി, ചെല്ല്. അപ്പച്ചി, വേഗം പോയി എടുത്തോണ്ട് വാ.